കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ പ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ പ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ പ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ഞാന് അനുഭവത്തിൽ നിന്നും കൂടാ പാടുന്നത്. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. വിശേഷിച്ച് ഈ UAE വന്ന് ഇറങ്ങിയത് കൊണ്ട് ഒന്നുകൂടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പാടുന്നത്. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. വിദ്രുതമ പകൃത പത്രം ഞാൻ വാങ്ങിച്ചിടും.
പരമനു പരിചോട് ഞാൻ. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ബേബ ഒന്നുകൂടെ വായിച്ചു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുക. ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവം സമയമാകുമ്പോൾ പുറത്തിറക്കും. അത് വിശ്വസിക്കുന്നവരിന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ആര് എങ്ങനെ എവിടെ അടച്ചു വെച്ച് ഒതുക്കി വെച്ചിരുന്നാലും ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവം പുറത്തിറക്കുന്ന ദൈവമാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, പ്രാരംഭത്തിൽ 5 പുസ്തകം നമുക്കറിയാം ചരിത്ര പുസ്തകങ്ങളാണ്. ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം. 5 പുസ്തകം ചരിത്ര പുസ്തകം. അതിലെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രം, ഒരു പുസ്തകം ആദിമ സഭയുടെ ചരിത്രമാണ്. ആ വ്യക്തി നമുക്കെല്ലാം അറിയാം, യേശുക്രിസ്തുവിന്റെ ചരിത്രം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, കേട്ടാൽ വിടുതൽ നടക്കുന്ന ചരിത്രം ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. കർത്താവിന് മഹത്വം. ആ ചരിത്രമാണ് 4 പുസ്തകത്തിൽ. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം, ആദിമ സഭയുടെ ചരിത്രമാണ്. പിന്നീട് 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ, അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം കൊരിന്ത് ലേഖനം, അവരുടെ സ്വാതന്ത്ര്യം ഗലാത്യ ലേഖനം, അവരുടെ സ്ഥാനമാനം എഫേസ്യ ലേഖനം, അവരുടെ സന്തോഷത്തെ ഫിലിപ്പിയ ലേഖനം, ഇങ്ങനെ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. അത് ഇങ്ങനെയുള്ള 27 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകം നമുക്കറിയാം. 8 എഴുത്തുകാർ ചേർന്ന് എഴുതിയതാ. വേദപുസ്തകം മൊത്തം നമുക്കറിയാം 40 എഴുത്തുകാർ ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതിയതാണ് സത്യവേദ പുസ്തകം. അതിലെ 2 ഭാഗമാണ് നമുക്കറിയാം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും, പുതിയ നിയമവും 27 പുസ്തകം. ഇപ്പോഴും പുസ്തകക്രമം അറിയാത്ത ആൾക്കാർ അനേക സഭകളിലുണ്ട്. യുഎയിലും കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ചോദിക്കും, പുസ്തകക്രമം പറയാനാണോ ഇയാൾ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഇതറിയാത്തവരുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തം 66 പുസ്തകം, പഴയ നിയമവും പുതിയ നിയമവും 2 ഭാഗമായിട്ടാണ്. അതില് പഴയ നിയമത്തിലെ 39 പുസ്തകം 32 എഴുത്തുകാർ ചേർന്ന് എഴുതിയതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാർ. ഇവർ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പല വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ടാണ് ദൈവം എഴുതിപ്പിച്ചത് ഈ പുസ്തകം. ഒരാൾ തന്നെ കുത്തിയിരുന്ന് അങ്ങ് എഴുതുകയല്ല. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, തത്തയോട് പറഞ്ഞു, തത്ത പറഞ്ഞതായിട്ടൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അത് പ്രയോഗമൊക്കെ ഉണ്ട്. ഭാരതി പദാവലി തോന്നണം കാലേ കാലേ വാരിതി തന്നിൽ തിരമാലകൾ എന്ന പോലെ, ഇങ്ങനെ തിരമാലകൾ വരുന്നത് പോലെ പണം തരണം ഭാരതി പദാവലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മേ വരിക നീ, എന്തുണ്ട് വിശേഷങ്ങൾ പറയാനുണ്ട്. തത്തയെ കൊണ്ടൊക്കെ എഴുതിച്ചതുണ്ട്. ഇത് തത്തയെ പറ്റി ഉമ്മാക്കിയെ പറ്റി എഴുതിച്ചതല്ല. ഇത് ദൈവാത്മ നിയോഗം പ്രാപിച്ച് മനുഷ്യരെഴുതിയതാ. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഈ പുസ്തകം ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ പറയാനുണ്ട്, ഈ പുസ്തകം മലയാളത്തിൽ ഈ പുസ്തകം കേരളക്കരയിൽ എത്തിക്കാൻ CMSലെ മിഷണറിമാർ നന്നായിട്ട് പ്രവർത്തിച്ചതാ. അവരെയൊക്കെ ഓർത്ത്, അവരുടെ നല്ല പ്രവർത്തികൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. CSIയിലെ ഇപ്പോൾ അത് CSI, പണ്ട് CMS, അതിലെ ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ നമ്മൾ മറക്കാൻ പറ്റത്തില്ല. ഈ പുസ്തകം ഇത്ര കൃത്യമായിട്ട് തന്നത്. അന്നേരം നമ്മുടെ ഇടയിൽ ചില വട്ടന്മാർ ചോദിക്കുക, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയതാരാന്ന്. അവനതാ അറിയണ്ടേ.
പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ച് കുത്തിക്കെട്ടിയത്. ആട്ടോ, ഞാൻ നാളെ ഉണ്ടല്ലോ, നാളെ ഇന്നിപ്പം നേരമൊന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് ഇത്ര ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇത് അണ്ണാക്കിന് മധുരമാണ്, തേനിലും തേൻകെട്ടകിലും മധുരമുള്ളതാ. ദൈവത്തിന്റെ മഹത്വം. അത് അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം, വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവിന്റെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവിന്റെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം, ഈ പുസ്തകം പുതിയ നിയമത്തിലെ 8 എഴുത്തുകാരെഴുതി. ഓടിച്ചു പറയാൻ നമുക്കറിയാമല്ലോ, ആ 8 എഴുത്തുകാർ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരാരാ? 4 പേര് മത്തായിയും പത്രോസും യോഹന്നാനും പൗലോസും 4 അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരല്ലാത്ത 4 പേര് യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. ഇങ്ങനെ 8 പേരാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയത്. അധികം വിവരിക്കുന്നില്ല, ഒരു അല്പ മിനിറ്റ് നിങ്ങൾ സഹകരിക്കണം. സ്തോത്ര കാഴ്ച എടുക്കുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നവർ അതുകൂടെ ചെയ്തേച്ചേ പോകാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഒക്കെ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യും അവര്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 8 പേരാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് വായിച്ചത്. ഓടിച്ചു പറയാ, മത്തായി യേശുക്രിസ്തു രാജാവെന്ന് തെളിയിക്കുന്നു. ലൂക്കോസ് യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി തെളിയിച്ചു തരുന്നു. മർക്കോസ് ദാസരൂപമെടുത്ത ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നു. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, നസറേയനാകുന്ന യേശുക്രിസ്തു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എന്തെന്നറിയാമോ? സത്യദൈവമായ നിത്യദൈവമായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, അല്ല എൻ്റെ സഹപടന്മാരോട് പറയാ, ആ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ഇടയായതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. യേശുക്രിസ്തു ഏകദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, നസറേയനാകുന്ന യേശുക്രിസ്തു. എന്നോട് പറഞ്ഞ സമയം 9:25 ആകുമ്പോൾ സ്തോത്ര കാഴ്ച എന്നാ. 9:25 വന്നാട്ടെ. സ്തോത്രം നിങ്ങൾ പാടുന്നേ പാടി, പെട്ടെന്ന് വേണം, തട്ടിമുട്ടി നിൽക്കരുത്. യുവാൻ യോഗ്യനല്ല ഞാൻ ഈ ഉപകാരം ചെയ്യുവാൻ, യോഗ്യനല്ല ഞാൻ, നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മഞ്ഞിലേഖനായി, മനുജാതിക്കായുവം ഉന്നതാധിപ, മനുവേല വന്ദനം. ഉപ്പയിൽ നിന്നുമുയർത്തി നീ ശ്രേഷ്ഠരാന്നരാർ, ഉപ്പയിൽ നിന്നുമുയർത്തി നീ
അത്ഭുതം പരാ നരർക്കൊപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം പരാ മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ മനുവേല വന്ദനം. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. നമുക്കറിയാം ഈ 40 എഴുത്തുകാരുള്ളതിൽ വ്യത്യസ്തമായിട്ടൊരെടുത്ത യോഹന്നാന്റെ എഴുത്ത്. മോശ ആദ്യത്തെ 5 പുസ്തകം എഴുതി, പഞ്ചഗ്രന്ഥങ്ങൾ അത് ഒരേ രീതിയിലുള്ള പുസ്തകങ്ങളാണ് ചരിത്രമായിട്ട്. സങ്കീർത്തന പുസ്തകം അത് ഒരേ രീതിയിലുള്ളതാ. പ്രവചന പുസ്തകം അതെല്ലാം ഒരേ രീതിയിലുള്ളതാ. നമുക്കറിയാം വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് പൗലൂസ, 14 ലേഖനം, അതെല്ലാം ഒരേ രീതിയിലുള്ളതാ. പക്ഷെ യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത വ്യത്യസ്ത എഴുത്താണ്. കാരണം ഒന്ന്, ഒരു ചരിത്ര പുസ്തകം എഴുതി, അതാണ് യോഹന്നാന്റെ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. 2, 3 ലേഖനങ്ങൾ. ഈ ചരിത്രത്തിൽ വ്യത്യസ്തമാണ്. 3 ലേഖനം, 1, 2, 3 ലേഖനം. ഒടുവിൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് വെളിപ്പാട് പുസ്തകം എഴുതി. അപ്പൊ ഈ ലേഖനം, വെളിപ്പാട് പുസ്തകം, സുവിശേഷ പുസ്തകം 3ഉം വ്യത്യസ്തമാണ്. അതിന് കാരണം ഒത്തിരിയുണ്ട്, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ എഴുത്തിന് ഉദ്ദേശമുണ്ട്. ഈ കൺവെൻഷന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നതിൽ ഉദ്ദേശമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഓരോ ഉദ്ദേശത്തോടാണ്. അതെന്തോ ഉദ്ദേശമാണ് അത് അറിയുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. നല്ല ഉദ്ദേശത്തോടെ വന്നവരുണ്ട്, ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വന്നവരുണ്ട്, എങ്ങനെയാ ഇതിൻ്റെ ക്രമീകരണമെന്ന് കാണാൻ വന്നവരുണ്ട്, അവൻ ആരെയൊക്കെ ഇരുത്തുന്നത്, എവിടെ ഇരുത്തുന്നത് കാണാൻ വന്നവരുണ്ട്, പാട്ടുകാരാരാന്ന് കാണാൻ വന്നവരുണ്ട്, അവരെങ്ങനെ ഡ്രസ്സ് എങ്ങനെയാന്ന് കാണാൻ വന്നവരുണ്ട്, മൈക്ക് അതിൻ്റെ കാര്യങ്ങൾ വായിച്ചു കൊടുക്കുന്നത് ആരാ, ഇരിക്കുന്നത് ആരാ, പിന്നെ എന്നെ കാണാൻ വന്നവർ ചിലപ്പം കാണും. അയാളെ ഒന്ന് കണ്ടേക്കാം, ഒന്ന് കണ്ടേക്കാം, ഒത്തിരി നാളായല്ലോ ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ പല ഉദ്ദേശത്തോടെ എന്നെ വചനം കേൾക്കാൻ വന്നവരും ഉണ്ട്, പാട്ടുകാരുടെ പാട്ട് കേൾക്കാൻ വന്നവരും ഉണ്ട്. അപ്പൊ പല ഉദ്ദേശത്തോടാ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉദ്ദേശമുണ്ടായിരിക്കട്ടെ. യോഹന്നാൻ ഉദ്ദേശമുണ്ട്. ഈ സുവിശേഷം എഴുതിയതിന് ഉദ്ദേശമുണ്ട്. എന്താ വായിച്ച 20:30 പെട്ടെന്ന് വായിച്ചോ. 20:30 പെട്ടെന്ന് വായിരേ. അതിന്റെ അടുത്ത വശത്ത് മേളില് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ, യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അത്ഭുതങ്ങളെ അടയാളം യേശു ചെയ്തു. അടുത്തത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, നിങ്ങൾ സകല ആൾക്കാരും വിശ്വസിക്കേണ്ടതിനും. വിശ്വസിച്ചങ്ങ് പോയാ പോരാ. അടുത്തത്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്, ചുമ്മാ ഇരുന്ന് എഴുതിയതല്ല. അടുത്ത കാലത്ത് ഒരാൾ കുറച്ച് പുസ്തകം തന്ന് ഞാൻ ചോദിച്ചു എപ്പോൾ എഴുതിയതാ. കോവിഡിന്റെ സമയത്ത് എഴുതിയതാ. പുറത്തിറങ്ങാനും വെക്കുമല്ലേ, വേറെ പണിയില്ല, എന്നാ പിന്നെ എഴുതിയേക്കാം. അത് വായിച്ചപ്പോഴും തോന്നി പുറത്തിറങ്ങാൻ മേലെ വേറെ പണിയില്ല, എന്നാ പിന്നെ കുറെ പുസ്തകം അങ്ങ് എഴുതിയേക്കാം. ഉള്ളതാട്ടെ. ഇന്നാളൊരാൾ പറഞ്ഞു ഞാൻ എഴുതണം ഓർത്ത്, പിന്നെ കുഞ്ഞന്നാമ്മ പറഞ്ഞതുകൊണ്ട് അങ്ങ് എഴുതി. ഒടുവിൽ സ്തോത്രം, കുഞ്ഞന്നാമ്മയുടെയും പുള്ളിയുടെയും ഫോട്ടോയും ഒക്കെ പുറകിലുണ്ട്. അപ്പൊ പുള്ളി എഴുതിയത് കുഞ്ഞന്നാമ്മ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. ഇത് യോഹന്നാൻ എഴുതിയത് എന്തിനാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നാ 3.5 കൊല്ലം പുള്ളിയുടെ കൂടെ നടന്നതാ. ചുമ്മാ ഇരിക്കണ്ട, പുള്ളിയും പോയി. ഒരു പുസ്തകം അങ്ങനല്ല എഴുതിയതിന്റെ ഉദ്ദേശം. ഒന്നുകൂടെ വായിച്ച 20:30 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ഓടിച്ചു വായിരേ. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. സകല ആൾക്കാരും ഈ ഓഡിറ്റോറിയത്തിലുള്ളവരും ഓൺലൈനിൽ കാണുന്നവരും ഇതിന് ശേഷം കാണുന്ന സകല മനുഷ്യരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ഇത് വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചിട്ട് പിന്നെ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനായി ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം എന്താ? ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം എന്നാ? 5:13 വായിച്ച പേപ്പാ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 കണ്ണിക തുടങ്ങുന്നത് വായിച്ച. കണ്ണിക തുടങ്ങുന്നത്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത്
എഴുതിയിരിക്കുന്നു. അതിനെഴുതിയിരിക്കുന്നത് ദൈവപുത്രന്റെ പണം കേട്ടോ. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. ദൈവപുത്രന്റെ, കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, അവിടെ തന്നെ നിൽക്കണമെന്ന് വല്ലതും അറിയത്തില്ലല്ലോ. അപ്പോൾ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് എഴുതിയിരിക്കുക. എന്താ ഈ നാമത്തിന്റെ പ്രധാനം? ഇത് എല്ലാ നാമത്തിലും മേലായ നാമമാ. ഇത് ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമമാ. ഇത് രോഗികൾ സൗഖ്യമാകുന്ന നാമമാ. ഇത് ബന്ധനസ്ഥരെ വിടുവിക്കുന്ന നാമമാ. ഇന്ന് രാത്രി ഈ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. അത്ഭുതങ്ങൾ നടക്കുന്ന നാമം, അതിശയം നടക്കുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കുന്ന നാമം, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഈ നാമം വിജയം കൊള്ളും. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടക്കുന്ന നാമമാണ്. ഹല്ലേലൂയ. ഈ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തി നാമമത്. ദൂതർ വാഴ്ത്തി ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും എന്നും സ്തുതി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ എന്തിനാ ലേഖനം എഴുതിയത്? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതാ. അപ്പൊ എഴുത്തിന് ഉദ്ദേശമുണ്ട്. സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം 20-30 പറഞ്ഞു. ലേഖനം എഴുതിയത് 5:12 പറഞ്ഞു. വെളിപ്പാട് പുസ്തകം എന്തിനാ എഴുതിയത്? 1:4 വായിരേ. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. സഭയ്ക്കാ എഴുതുന്നത്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭ. അപ്പൊ സഭയ്ക്ക് അപ്പൊ എഴുത്തിന് ഉദ്ദേശമുണ്ട്. അല്ല, നമുക്കൊരു ഉദ്ദേശം വേണമല്ലോ. ലക്ഷ്യം വേണ്ടായോ? ചുമ്മാ ഇങ്ങനെ കാള കളിച്ച് കിടന്നാ മതിയോ? ഞായറാഴ്ച പമ്മി വരും, പുറകെ വന്ന് പമ്മി ഇരിക്കും. ഇല്ല, തുമ്പിയെ പിടിക്കാനിരിക്കും പോലെ സഭായത്തിന് വരുന്നവനാ. ഞാൻ കണ്ടില്ലേ ഓണത്തുമ്പിയെ പണ്ട് കൊച്ചിലെ? എന്തിനാടാ നീ വരുന്നേ? ഒരു ലക്ഷ്യവുമില്ല. ക്ലബിൽ വരുന്നത് പോലെ ചില ഞായറാഴ്ച വരുന്നേ. ഞാൻ ഇന്നൊന്നും പറയുന്നില്ല, നാളെ ആട്ടെ. അതുപോലെ അയ്യോ, ലക്ഷ്യം വേണം. നിങ്ങൾ വചനം പഠിച്ചില്ലേ? ദാവീദിനോട് അപ്പം പറഞ്ഞു, മോനെ ചേട്ടന്മാര് മിലിറ്ററിയില്ല, മിസ് കോളും ഇല്ല, മെസ്സേജും ഇല്ല, റേഞ്ച് ഇല്ലെന്നാ. നീ ഒരു കാര്യം ചെയ്യണം. അതെ, ഒരു പറ മലര് 10 പാൽക്കട്ടി 10 സഹസ്രാധിപന് കൊടുക്കണം. മലരിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ യവന്മാർ കുറിക്കട്ടുണ്ടെങ്കിൽ ഉമ്പനാടൊക്കെ പോയിച്ച് കടല കുറിച്ച് വെളിയിൽ കൂടെ നടക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, ഉമ്പനാട് മാത്രമല്ലല്ലോ, എല്ലായിടത്തും. എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തു. ഇന്നലെ എങ്ങനെ? ഇന്നലെ പൊളിച്ചു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പം പറഞ്ഞു, പാൽക്കട്ടി 10 സഹസ്രാധിപന് കൊടുക്കേ. എന്നിട്ടോ നീ പടക്കളത്തിൽ ചെന്ന് സഹോദരന്മാരുടെ ക്ഷേമമറിഞ്ഞ് ലക്ഷ്യവും വാങ്ങി തിരിച്ചു വരണം. വാക്യം കണ്ടോ? വായേ 17-ാം അധ്യായത്തിൽ. ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്ത മൈക്ക് കൂടെ വായിക്കട്ടെ. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പാൽക്കട്ടി 10 സഹസ്രാധിപന് കൊടുത്ത് പാളകത്തിൽ ചെന്ന് സഹോദരന്മാരുടെ ക്ഷേമം അറിഞ്ഞേച്ച് ചുമ്മാ ലാക്കുലൂക്കെന്നും പറഞ്ഞു വരരുത്, ലക്ഷ്യം വാങ്ങി വരണം. എന്റെ സഹപാഠന്മാരെ, ശുശ്രൂഷയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഈ സഭ 25 കൊല്ലമായി ദൈവം നടത്തി. ആരംഭത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നു. എനിക്ക് പാപ്പച്ചായനോട് ബഹുമാനം. ഞാൻ 2000 ഇവിടെ വന്നപ്പം പലരും എന്നെ യോഗത്തിന്, അന്ന് ആർക്കും അറിയത്തില്ലല്ലോ, ഈ ബഹുമാനപ്പെട്ട പാപ്പച്ചാൻ അന്ന് ഞാൻ 16 യോഗത്തിനാണ് എന്നെ വിളിച്ചത്. 16 യോഗത്തിന്. പിന്നെ എന്നെ വിളിച്ച ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ മഹത്വം.
അത് ഇദ്ദേഹം വന്ന് യോഗത്തിന് ബിൽസം പാസ്റ്റർ അവിടെ ഡേറ്റ് ഇല്ലായിരുന്നു, എനിക്ക് സ്വോത്രകാഴ്ച തന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ടെന്ന് അച്ഛൻ പേർക്കോ കൊടുക്കുന്നതാ, ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റമല്ല പറഞ്ഞത്. നമുക്ക് അപ്പൊ 25 കൊല്ലം മുമ്പ് ഇത് തുടങ്ങിയതിന്റെ പിമ്പിൽ ലക്ഷ്യമുണ്ട്. ഇന്നലെ ഉപവാസ പ്രാർത്ഥന അദ്ദേഹം ചില കാര്യം സൂചിപ്പിച്ചു. 1000 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഇന്നലെ കണക്ക് ഇവിടെ പറഞ്ഞു, ഇവിടുന്ന് പോയ കുടുംബങ്ങളെ എല്ലാം കൂടെ ചേർത്താൽ 1500 കഴിഞ്ഞു. ഒരു ലക്ഷ്യമുണ്ട്. ഇനി ഒരു 5000-ന് പ്രാർത്ഥിക്ക്. ഈ കമ്മിറ്റിക്കാരും കുന്തമെല്ലാം കൂടി ഇരിക്കാതെ അവൻ പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെടണം. ചുമ്മാ ബാഡ്ജും കുത്തി നീ ഇങ്ങനെ ലാക്കിലാക്കുന്ന നടക്കാതെ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാക്കളെ തരാം, ദൈവം വിശ്വസ്തനാ. ചോദിച്ചു കൊള്ളുക, അവൻ ദൈവമാത്മാക്കളെ തരും. പട്ടണം ഇളകത്തക്ക വിധത്തിൽ, ഇളകത്തക്ക വിധത്തിൽ ആത്മാക്കളെ തരുവാൻ ദൈവം വിശ്വസ്തൻ. മോൻ രക്ഷിക്കപ്പെട്ടതാ. എവിടെ നിന്ന് മോൻ രക്ഷിക്കപ്പെട്ടതാണോ? അവിടെ നിൽക്കാൻ അതിനൊന്നും അറിയാൻ മേലേ. അവനോട് പറഞ്ഞു കൊടുക്കണം രക്ഷിക്കപ്പെടാൻ, കേട്ടോ. ഇതുമായിട്ട് ഇങ്ങനെ കൊതുകിനെ അടിക്കുന്നത് പോലെ നടക്കാതെ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നീ സ്വർഗത്തിൽ, അത് എനിക്ക് പറയാനും അറിയാൻ മേലല്ലോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒറ്റ രക്ഷകനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നീ ചോദിക്ക്, ദൈവം നിനക്ക് ആത്മാക്കളെ തരും. വിശ്വാസത്തെ രാജ്യം പിടിച്ചടക്കണം. വിശ്വാസത്താൽ ആത്മാക്കളെ നടണം. നിന്റെ സഭയിൽ ആത്മാക്കളെ തരാൻ ദൈവം വിശ്വസ്തനാ. കയ്യെ കെട്ടി വായും പൂട്ടിയിരിക്കാതെ വിശ്വസിച്ച് നീ സ്തോത്രം ചെയ്യ. ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. ഇന്ന് രാത്രി കയ്യെ കെട്ടിയിരിക്കാതെ ആളുകളെ ചിരിക്കാതെ നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം നിനക്ക് ആത്മാക്കളെ തരും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ യോഹന്നാന്റെ എഴുത്തിന് ലക്ഷ്യമുണ്ട്. മടങ്ങി വരാം. യേശുക്രിസ്തു ദൈവമാണ്. ഓരോ അധ്യായത്തിലും കർത്താവ് ദൈവമാണെന്ന് തെളിയിക്കുക. അതെ, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ കാനായിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ. ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായം നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാ. റോയിച്ചാൻ ആ കാര്യം ഓർപ്പിച്ചല്ലോ. 3:16 വേറെ പുസ്തകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വാക്യമല്ലേ. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവമാ. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനദിയെ ഒഴുക്കി കൊടുക്കുന്ന ജീവനുള്ള ദൈവം.
8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. നമ്മൾ 10-ാം അധ്യായമാ വായിച്ചത്. എല്ലാവർക്കും അറിയാം. 10-ാം അധ്യായത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞ നല്ല ഇടയനായ ദൈവം. ഇന്ന് രാത്രി ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. മാറത്ത് പൊൻകച്ച് കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഭാഗവും എടുത്ത് വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കർത്താവിൻ്റെ നല്ല ഇടയനും ആടുകളും എന്നുള്ള വിഷയം പറഞ്ഞു വന്ന കൂട്ടത്തിൽ 4-ാം വാക്യത്തിൽ പറയുക, തനിക്കുള്ളവയെ വായിച്ചേ, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആവശ്യമുള്ളതിനെയൊക്കെ സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ചിലർ പുറത്തിറങ്ങും, ദൈവം ചിലതിനെ പുറത്തിറക്കും. ശൗമേലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ട്, സമയമാകുമ്പം ദൈവം പുറത്തിറക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം പുറത്തിറക്കിയ, അല്ലെങ്കിൽ ദൈവത്തിന് ആവശ്യമുള്ളതിന് ദൈവം പുറത്തിറക്കും. 1-2 കാര്യം വചനത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കാൻ. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിർത്തും, തീർന്നില്ലെങ്കിൽ തീരത്തില്ല, നാളെ പറയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു വാക്യം വായിക്കണം. ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം പുറത്തിറക്കും. പുറത്തിറക്കുന്ന ദൈവം എവിടെ ഇരുന്നാലും പുറത്തിറക്കും. ഒരു വാക്യം വായിച്ച ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യം, അറിവുള്ള വാക്യമാ വായിച്ചേ. ദൈവം നോഹയോട് അരുളിച്ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങണം. പറവകളും മൃഗങ്ങളും നിലത്തെഴിയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്ന് നിന്നോടുകൂടി ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. എല്ലാത്തിനും നീ പുറത്തു കൊണ്ടുവരണം. അടുത്തത്, അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പിന്നെ പെറ്റുപെരുകയും ചെയ്യട്ടെ. അടുത്തത്, അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. എല്ലാം പുറത്തിറങ്ങി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നോഹിന്റെ തനയരാം യാപേത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും പുറത്തിറങ്ങിയ കക്ഷികളാ. നോഹിന്റെ തനയരാം യാപേത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹിന്റെ പത്നിയും. അപ്പൊ ഇവരെയെല്ലാം ദൈവം സമയമായപ്പോ പുറത്തിറക്കി. അല്ല, പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറിയല്ലോ, അതുകൊണ്ടല്ലേ പുറത്തോട്ടിറക്കിയേ. അതിന് അകത്തോട്ട് കയറാൻ ഒത്തിരി കാര്യമുണ്ട്. ദൈവം തമ്പുരാൻ നല്ല രീതിയിലാണ് എല്ലാം സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ സർവ്വതും അവിടുന്ന് നന്നായിട്ട് സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി, അങ്ങനെ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ശൈലി അതാ, പിണങ്ങുമൊന്നും ചെയ്യരുത്. 2 ശീല് പാട്ടൊക്കെ പാടും. അച്ഛാ പാടി 2 ശീല് പാടിക്കോട്ടെ. എല്ലാം ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിവൃത്തം പഠിക്കുമ്പോൾ അങ്ങനെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എല്ലാം നല്ലത്. ചൊന്നുണ്ടൻ വാക്ക് മൂലം വന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തപ്പ ഭിന്നവെന്ന മുഖപദവും കലാതരം പൂജരകേജര പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല തോയ ജനങ്ങളും അപ്പൊഴുത് ഉടനായി നേരെ മറിച്ചു നായകനെ നിയൊരല്ലകൾ നിലയായി നേരെ മറിച്ചു വനങ്ങള മൃഗങ്ങളുടെ മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങളിൽ ദിനമാറി കൂടത്തിൽ വനങ്ങള മൃഗങ്ങളുടെ മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങളിൽ ദിനമാറി കൂടത്തിൽ
ശേഷം നാരികെ ഉരുവാക്കി ദൈവം പരമവർഗ പൂജിതമാക്കി വിചിത്രമത ഒരു തോട്ടം ചമച്ച തിങ്ക പൂജിത ദുഃഖ വിരുദ്ധിയവർക്ക് പാട്ടം വര വിധം യോജിതമൊന്നു കൊടുത്തിത് കൽപ്പ ചേട്ടം കനി പുജിപ്പാനോ അരുത അറിവിൻ പരമാവധി നിത്തം മാറുത്തും വരുമ മരണമെന്നാൽ ഒരു നീക്കമില്ല കരുതണ്ണ നിങ്ങളെന്ന് പരമൻ ചൊന്നവരോട് വരുമ മരണമെന്നാൽ ഒരു നീക്കമില്ല പരമൻ ചൊന്നവരോട്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം തമ്പുരാൻ ഇതെല്ലാം നന്നായി സൃഷ്ടിച്ചു, എല്ലാം നല്ലതുപോലെ ദൈവം കണ്ടു. പക്ഷേ ജനം വഷളത്വത്തിലേക്ക് നീങ്ങി. ഓടിച്ചവസാനിപ്പിക്കുക, കയീൻ ഹാബേലിനെ കൊന്നു, ആരാധനാഭിഷേകത്തിൽ കൊല്ലുക. ഇതിനകത്ത് അകത്തോട്ട് കയറ്റാൻ കാര്യമാ. കയീൻ ഹാബേലിനെ കൊന്നു. 2, ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, കയീൻ ഒരു പട്ടണം പണിതു, മോന്റെ പേരിട്ടു, പേരും പ്രശസ്തി. അപ്പൊ കൊലപാതകവും കത്തിക്കുത്തും പിടിച്ചു പറിയും തന്നിട്ടു. 2, പട്ടണം പണിതു. എന്തിനാ? പേര് നോട്ടീസിൽ പേര് വരണം, അത് വലുതായിട്ട് വരണം. പണ്ട് ഒരു നോട്ടീസ് അടിച്ചപ്പം മെയിൻ ആളുടെ പേര് വലുതായിട്ട് വല്ല കത്തിക്കടാന്ന് പറഞ്ഞെല്ലാം കൂടെ 5000 നോട്ടീസ് കത്തിച്ചു. ആരാന്നായിരിക്കും നിങ്ങൾ രണ്ടുപേരും ജോൺ വർഗീസും ഒക്കെ ചിന്തിക്കുന്നത്? അയ്യോ കഴിഞ്ഞ് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിവുള്ള ആളാ. പേരും പ്രശസ്തിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, 1 തമ്മിത്തല്ലും കൊലപാതകവും, 2 പേരും പ്രശസ്തിയും, 3 പട്ടണം പണിയാണല്ലോ, എല്ലാം പട്ടണം പണിതുകൊണ്ടിരിക്കുക. 4 മകന്റെ പേര് നിലനിൽക്കണം. 5 എല്ലാ വാക്യങ്ങളുണ്ട്, എടുത്ത് വായിക്കാൻ നേരമില്ല. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഇന്നലെ പറഞ്ഞതില്ലേ, ആദയും സില്ലയും. മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്ന നന്നല്ലെന്നാ. എന്നാ തന്നെ ഇരിക്കുക, 2 എണ്ണത്തിനെ തരാന്നാന്നോ ദൈവം പറഞ്ഞേ? ഇടത്തും വലത്ത് പോരെന്നിനെ ദൈവം വെച്ചത് 1. അപ്പൊ യോൻ 2 എണ്ണത്തിനെ എടുത്തു. ഇവന്റെ പിള്ളേര് ഗുണ്ടായുസം, തൂവൽ കയ്യും ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധം ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാ. മാത്രമാണോ? ലാമേക്ക് പറയുക, ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഒരുത്തനെ കൊല്ലും, എന്റെ മുറിവിന് പരിക്കിന് പകരം പിന്നെയും കൊല്ലും. 6:1 ബോധിച്ച പോലെ നടക്കുന്നു. അതൊന്ന് വായിച്ചാര്. അല്ലാതെ 36:1 ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച പോലെ നടക്കുക. ബോധിച്ച പോലെ ദൈവമക്കൾക്ക് ബോധിച്ച പോലെ നടക്കാൻ പ്രമാണമില്ല. നമുക്കിതാ പ്രമാണം. ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പം 17:6 വായിച്ചേ. 17:6 ന്യായാധിപന്മാർ 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും ബോധിച്ച പോലെ നടന്നു. മൈക്ക് കൊണ്ടൊന്ന് വായിച്ച പേവേ. ന്യായാധിപന്മാർ 17:6. ന്യായാധിപന്മാരിൽ എവിടെ പോയി? അവൻ വെള്ളി തന്റെ ആരുടെ വെള്ളി? 17:6. വായിച്ചേ. 17:6 തന്നെ. അക്കാലത്ത് അത് 17:6 8 എത്ര വായിക്കണ്ടേ? അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ല. അത് എത്ര വാക്യമാ? 6. പിന്നെ മുമ്പേ വായിച്ച എത്രയാ? 4. ഞാൻ 4 പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തത് കയറി വായിച്ചാൽ 6 വായിച്ചേ. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ കണ്ടോ? 36 ബോധിച്ച പോലെ നടന്നു. ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. അത് ന്യായാധിപന്മാര് വന്നപ്പോൾ ഓരോരുത്തൻ ബോധിച്ച പോലെ. ഇനി 21 എടുത്തേ. ന്യായാധിപന്മാർ 21 പുസ്തകം അധ്യായമേ ഉള്ളല്ലോ. 21 ഇങ്ങോട്ട് മറിച്ച് ഒടുവിലെടുത്തേ. 25 വായിച്ചേ. ഇവിടെ അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ എന്തോ മനസ്സിലായി വായിച്ച ആളിനെ. 17:6
ബോധിച്ച പോലെ നടന്നു. അത് 21-25 വന്നപ്പോൾ തനിക്ക് ബോധിച്ച പോലെ. എങ്ങനെയുണ്ട്? ഉൽപ്പത്തി 6 ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. അത് ന്യായാധിപന്മാർ ഈ 17-6 ബോധിച്ച പോലെ നടന്നു. 21-25 വന്നപ്പോൾ തനിക്ക് ബോധിച്ച പോലെ. ഒരു കാര്യത്തോടെ പറയാം, എടുത്തതല്ലേ ന്യായാധിപന്മാരുടെ പുസ്തകം 1:1 വായിച്ചേ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. നല്ല ആരംഭം. എങ്ങനാ? യഹോവയോട് ചോദിച്ചു. പുസ്തകം അവസാനിക്കുമ്പോഴോ തനിക്ക് ബോധിച്ചതുപോലെ. ആരംഭം നല്ലതാ. ഇവര് പറയാ, ദൈവമേ ഞങ്ങൾ കനാന്യരോട് പടയെടുക്കാൻ പോകുക. സമയമായില്ലോ, ഇപ്പം നടത്താം. ഞങ്ങൾ കനാന്യരോട് പടയെടുക്കാൻ പോകുക. ആരാദ്യം പുറപ്പെടേണ്ടത്? ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, യഹൂദ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ദൈവാലോചന ചോദിച്ചാണ് തുടക്കം. ഒടുക്കത്തിൽ വന്നപ്പോ തനിക്ക് ബോധിച്ചതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നോടും നിങ്ങളോടും വചനത്തിൽ കൂടെ ദൂരെ പറയുക, നമുക്ക് ബോധിച്ച പോലെ അല്ല നടക്കേണ്ടത്. ഞാനും നിങ്ങൾ ഇറങ്ങിയ കാലത്ത് ദൈവത്തോട് ചോദിച്ചാ നടന്നത്. അങ്ങനല്ലേ? വീട് വെക്കണോ, വണ്ടി മേടിക്കണോ, ഏത് ജോലി, എവിടെ ജോലി, എന്തുവാ യാത്ര, കേറുന്ന വിമാനം പോലും വരാന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചവരുണ്ട്. എല്ലാ ആലോചന ചോദിച്ചാ. കുറ്റമല്ലീ പറഞ്ഞത്. പക്ഷേ കനാനിലോട്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പോവുക. ആര് പോകണമെന്ന്? തുടക്കം നല്ലതാ. കനാനി കയറി ഇവിടുത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് നന്മയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞപ്പോ ഇപ്പം ദൈവാലോചനയൊന്നും. കനാന് വന്നപ്പോ ഇഷ്ടം പോലെ ഭക്ഷണമല്ലേ, പഞ്ഞമൊന്നുമില്ലല്ലോ. 8-7 വായിച്ചേ. കനാന്റെ പ്രത്യേകത ആവർത്തനം 8-7. പെട്ടെന്ന് വായിച്ചോ. ആവർത്തനം 8-7 വായിക്കേ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുള്ള ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പ്, യവവും, മുന്തിരി, അത്തി, മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ഇതാണ് കനാൻ ദേശം. ഗോതമ്പും യവവും മുന്തിരി, അത്തി, മാതളം, ഒലിവ്, പണിയാത്ത വീട്, കുഴിക്കാത്ത കിണറ്, ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവന്മാർക്ക് ഇപ്പം ദൈവാലോചനയൊന്നും വേണ്ട. പണത്തിന്റെ ഹുങ്ക്, രാഷ്ട്രീയ സ്വാധീനം, സ്തോത്രം, പിന്നെ ആൾബലം, ഗുണ്ടായിസം, സ്തോത്രം, ഇതെല്ലാം കൂടെ വന്നിപ്പം ദൈവാലോചനയൊന്നും ചോദിക്കുന്നില്ല. ബോധിച്ച പോലെ നിനക്ക് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ഹിതമല്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിക്കുക. ഇന്ന് രാത്രി ആര് സമർപ്പിക്കുക? എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. എന്റെ ആത്മാവിനെ രക്ഷിക്കണം, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം, അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രമാണ് രക്ഷകൻ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേണം ഇതിന് വെളിയിലിറങ്ങാൻ. സമയമായി. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവത്തിന്റെ മഹത്വം മതി. 10 കറക്റ്റാ? 10 ഗുണമാകാനാണ് ഇതൊക്കെ മതി. പിന്നെ ദൈവത്തിന് മഹത്വം, ദൈവം അനുവദിച്ചാൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം.